കോഴിക്കോട് 7 വയസ്സുകാരിയായ അതിഥി നമ്പൂതിരിയെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച ഹൈക്കോടതി. വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ നിലവിൽ വധശിക്ഷ നൽകാനുള്ള സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതികളായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ദീപിക അന്തർജനം എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞത്. ഇന്നലെയാണ് പ്രതികളെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാമനാട്ടുകരയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. 2013 ഏപ്രിൽ 19-നാണ് അതിഥി കൊല്ലപ്പെടുന്നത്. ഒന്നാം പ്രതിയായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ വിവാഹം ശ്രീജ അന്തർജനവുമായിട്ടായിരുന്നു. ഈ ബന്ധത്തിലാണ് 2 കുട്ടികളുള്ളത്. വാഹനാപകടത്തിൽ ഭാര്യ മരിച്ചതിനെ തുടർന്നാണ് സുബ്രഹ്മണ്യൻ രണ്ടാമതൊരു വിവാഹം കൂടി കഴിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കുട്ടികൾ തുടർച്ചയായ ഉപദ്രവം നേരിട്ടിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മരക്കഷ്ണം കൊണ്ടും കൈകൾ കൊണ്ടും അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. മതിയായ ഭക്ഷണം നൽകാതെ കുട്ടികളെ പട്ടിണിക്കിടുന്നതും പതിവായിരുന്നു. വീട്ടിലെ കഠിനമായ ജോലികളും ചെയ്യിപ്പിച്ചു. അതിഥിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ തിളച്ച വെള്ളം ഒഴിച്ചു. ശരീരത്തിലേറ്റ മുറിവുകൾക്ക് ചികിത്സ നൽകുകയും ചെയ്തിരുന്നില്ല. കുട്ടികളെ ഇവർ വീട്ടിൽ പൂട്ടിയിടുന്നതും പതിവായിരുന്നു. കേസിൽ നിർണായകമായത് സഹോദരൻ അരുണിന്റെ മൊഴികളായിരുന്നു. അച്ഛനും രണ്ടാനമ്മയും തങ്ങളെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും പട്ടിണിക്കിടുന്നത് പതിവായിരുന്നുവെന്നും 10 വയസ്സുകാരൻ മൊഴി നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസിൽ നിർണായകമായിരുന്നു. സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ 19 മുറിവുകളാണ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇതിൽ മരണകാരണമായ അടിയേറ്റ പരുക്കും പ്രധാനമായിരുന്നു.